രാവിലെ എണീറ്റ് ഫോൺ തുറന്ന് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കുമ്പോൾ യുവർ അക്കൗണ്ട് ഹാസ് ബീൻ സസ്പെൻഡഡ് ഫോർ വയലേറ്റിംഗ് അവർ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് നിങ്ങൾ കണ്ട് പേടിച്ചിരുന്നിട്ടുള്ളവരായിരിക്കും ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ ഇഷ്ടം പോലെ ഇതേപോലത്തെ അക്കൗണ്ടുകൾ റിക്കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റേജസ് പേഴ്സണലി അനുഭവിച്ചതാണ്. ഇന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ ഇത് അവോയ്ഡ് ചെയ്യാം, അറ്റ് ദ സെയിം ടൈം എങ്ങനെ നിങ്ങളുടെ ഡിസേബിൾഡ് ആയ അക്കൗണ്ട് റിക്കവറും ചെയ്യാം. ആദ്യം നമുക്ക് എന്തുകൊണ്ട് ഇൻസ്റ്റഗ്രാം നിങ്ങളുടെ അക്കൗണ്ടിനെ ഡിസേബിൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും നിങ്ങളുടെ ഫോൾട്ട് തന്നെ ആവണമെന്നില്ല. ചില സമയത്ത് ഇൻസ്റ്റഗ്രാം നമ്മളെ തേച്ചൊട്ടിക്കാറുണ്ട്. അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ. അതായത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിനകത്ത് ആരെങ്കിലും തള്ളയ്ക്ക് വിളിക്കുക, അല്ലെങ്കിൽ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ വേറൊരാളുടെ പ്രൊഫൈൽ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് വേറൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ആളുകളുടെ നിന്ന് റിപ്പോർട്ട് മേടിക്കുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആവാൻ ചാൻസ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആയതെന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പിന് കിട്ടിയതാണ്, വാങ്ങിച്ചു വെച്ചോ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ബോട്ട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത്. അത് മെനിചാറ്റ് പോലെയുള്ള AI ചാറ്റ് ബോട്ടുകൾ ഉൾപ്പെടെ പലതരത്തിലുള്ള ബോട്ടുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് ഫോളോവേഴ്സ് കൂട്ടാനും അതുപോലെ തന്നെ ലൈക്സ് കൂട്ടാനും വ്യൂസ് കൂട്ടാനും അങ്ങനെയുള്ള കുറേ പരിപാടികൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നിങ്ങൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആവും. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 10 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ 10 മിനിറ്റ് കൊണ്ട് ഒരു 100 പേരെ നിങ്ങൾ അൺഫോളോ ചെയ്തു, അല്ലെങ്കിൽ 100 പേരെ നിങ്ങൾ ഫോളോ ചെയ്തു. അങ്ങനത്തെ സസ്പീഷ്യസ് ആയിട്ടുള്ള ചെറിയ ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം അത് റോബോട്ടാണ് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് ഇൻസ്റ്റഗ്രാം റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് നിങ്ങളെ സസ്പെൻഡ് ചെയ്ത് കളയുന്നത്. ഏറ്റവും ഫൈനലായിട്ട് വരുന്ന 2 കാര്യമാണ് മാസ് റിപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ കോപ്പിറൈറ്റ് വയലേഷനും. കോപ്പിറൈറ്റ് വയലേഷൻ, നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കോപ്പിറൈറ്റഡ് കോണ്ടന്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വയലേഷൻ കിട്ടുക അല്ലെങ്കിൽ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് പെർമനൻ്റ്ലി അവർ ഡിസേബിൾ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയും. നിങ്ങൾക്ക് പിന്നെ ഒന്നും കിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോയി ആളുകളെയൊക്കെ തന്തയ്ക്കൊക്കെ വിളിക്കുന്ന സമയത്ത് വേറെ യൂസേഴ്സ് നിങ്ങളെ മാസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്തെങ്കിലും തൊഴിൽപ്പണം കെട്ട പരിപാടികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ചാൻസ് 10% താഴെയാണ്. പക്ഷേ ഇവിടെയാണ് കുറച്ച് ട്രിക്കി ആവുന്നത്. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളല്ലാതെ ചില സമയം നിങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിലും ഇൻസ്റ്റഗ്രാം നിങ്ങളുടെ അക്കൗണ്ടിനെ സസ്പെൻഡ് ചെയ്ത് കളയും. അവിടെയാണ് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്ത് തരാമെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരുന്നതിന് മുന്നേ നിങ്ങൾക്ക് എങ്ങനെ ഇനി ഫ്യൂച്ചറിൽ ഇത് വരാതെ അവോയ്ഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, ഈ റോബോട്ടിനെ പോലെയുള്ള ആക്ഷൻസ് ഒഴിവാക്കുക. 100 പേരെയൊക്കെ ഒരുമിച്ച് ഫോളോ ചെയ്യുക, 500 പേരെയൊക്കെ ഒരുമിച്ച് അൺഫോളോ ചെയ്യുക. ഈ പരിപാടികളൊന്നും ചെയ്യരുത്. സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും ചെയ്യരുത്. നിങ്ങളുടെ അക്കൗണ്ട് ഒരു 10 മൊബൈലിൽ ഒരേ സമയം ലോഗിൻ ആക്കുക, ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും ചെയ്യരുത്. രണ്ടാമത്തത്, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. മിനിമം നിങ്ങളുടെ അക്കൗണ്ടിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം ഹാക്കേഴ്സ് ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങളുടെ അക്കൗണ്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട്. സോ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്തത്, ആളുകളെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. നിങ്ങളിപ്പോൾ കമൻറ്റ് സെക്ഷനിലാവട്ടെ, അല്ലെങ്കിൽ വേറൊരു വീഡിയോയിലാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോസ്റ്റിലാവട്ടെ, ഒരുപാട് ആളുകൾക്ക് ഒഫൻസീവായിട്ട് ഫീൽ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാലും, അതിപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് 10 കോടി രൂപ ഉണ്ടാക്കി തരാം എന്നിട്ട് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ആരെങ്കിലും മെൻഷൻ ചെയ്ത് ചീത്ത വിളിച്ച് ഇട്ട് കഴിഞ്ഞാലും, ഒരുപാട് പേര് നിങ്ങളെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആവും. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികൾ ചെയ്യരുത്. ഫൈനൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻ്റഗ്രേഷൻസ്. അതായത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ തേർഡ് പാർട്ടി ഇൻ്റഗ്രേഷൻസ് കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ മെറ്റയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം ആപ്പിലല്ലാതെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ആക്കി കഴിഞ്ഞാലും സസ്പീഷ്യസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സസ്പെൻഡ് ചെയ്ത് കളയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടികൾ ചെയ്യരുത്. ആൻഡ് ലെറ്റ്സ് സേ നിങ്ങൾ ഗേൾഫ്രണ്ട് ആണ്, നിങ്ങളുടെ ബോയ്ഫ്രണ്ടിന് നിങ്ങൾ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഗേൾഫ്രണ്ട് ലോകത്തിൻ്റെ ഏതോ ഒരു രാജ്യത്തിരുന്നിട്ട് ആണ് കയറുന്നത്, നിങ്ങൾ വേറെ ഏതോ രാജ്യത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡഡ് ആവാൻ, അത് ആ ഒരു സമയത്തായില്ലെങ്കിലും പിന്നീട് സസ്പെൻഡ് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സോ ഡോണ്ട് ഷെയർ യുവർ ഇൻഫർമേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അത് നിങ്ങളുടെ ഗേൾഫ്രണ്ടിനും കൊടുക്കേണ്ട ആവശ്യമില്ല, ബോയ്ഫ്രണ്ടിനും കൊടുക്കേണ്ട ആവശ്യമില്ല. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ബാക്കിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആവശ്യമില്ലാത്ത വള്ളികളൊന്നും പിടിക്കരുത്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ ഒരു മൃഗത്തിനെ കൊല്ലുന്നത് അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കോണ്ടൻ്റ് ഒക്കെ ഇടാൻ പറ്റിയൊരു സ്ഥലമല്ല ഇൻസ്റ്റഗ്രാം. അത് വളരെ ഹ്യൂമൻലി ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്കൊന്നും അരോചകം ഉണ്ടാക്കാത്ത തരത്തിലുള്ള കോണ്ടൻ്റ് ആയിരിക്കണം നമ്മൾ ഇടേണ്ടത്.
ഇനി ലെറ്റ്സ് സേ നമുക്കിതെല്ലാം ഇടാം, നിങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, നിങ്ങളുടെ അക്കൗണ്ട് ഇൻസ്റ്റഗ്രാം ഡിസേബിൾ ആക്കിയെന്ന് വെച്ചോ. എങ്ങനെ നിങ്ങൾക്കത് റിക്കവർ ചെയ്യാം? ഈ 3 സ്റ്റെപ്പിൽ, ഞാൻ പറയാൻ പോകുന്ന 3 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. സ്റ്റിൽ ഇത് കിട്ടുമോ എന്ന് ഉറപ്പില്ല. 95% ആളുകൾക്കും നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് തിരിച്ച് കിട്ടും. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ആപ്പ് വഴി നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ലോഗിൻ ആക്കാൻ പോകുന്ന സമയത്ത് അവിടെ ലേൺ മോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. ആ ലേൺ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവ്യൂവിന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് അയക്കാനായിട്ട് പറ്റും. ആ റിക്വസ്റ്റിൻ്റെ അവിടെ പൊളൈറ്റായിട്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക. ഞാനിങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഔട്ട് ഓഫ് നോവെയർ നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡഡ് ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എഴുതേണ്ട സാമ്പിൾ മെസ്സേജ് എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് അത് കോപ്പി ചെയ്ത് യൂസ് ചെയ്യാം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം സബ്മിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഗൂഗിളിലേക്ക് പോവുക, എന്നിട്ട് ഇൻസ്റ്റഗ്രാം മൈ അക്കൗണ്ട് വാസ് ഡീആക്ടിവേറ്റഡ് ഫോം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു പേജ് വരും. ആ ഒരു പേജ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ID പ്രൂഫ് ഉൾപ്പെടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു റിവ്യൂവിന്, അതായത് മാനുവൽ റിവ്യൂവിന് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു 3-4 ദിവസം എടുക്കും, പക്ഷേ മോസ്റ്റ് പ്രോബബിലി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലായിരിക്കും സൊല്യൂഷൻ കിട്ടുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്, പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആയി എന്ന് അറിയുന്ന സമയത്ത് വീണ്ടും ലോഗിൻ ആക്കാൻ ശ്രമിക്കരുത്. ഒരു 24 hours നിങ്ങൾ സമയം കൊടുക്കുക. 24 hours ശേഷം ഒന്ന് ലോഗിൻ ആക്കി നോക്കുക. ലോഗിൻ ആയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിൽ ലോഗിൻ ആക്കാൻ ശ്രമിക്കരുത്, അപ്പീൽ ചെയ്യുക. ഞാൻ മേളിൽ പറഞ്ഞ 2 രീതിയിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ചെയ്യാം. പിന്നെ ഇൻസ്റ്റഗ്രാം എപ്പോഴെങ്കിലും നിങ്ങളുടെ സെൽഫി വെരിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉറപ്പിച്ചോ, നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ പോവുകയാണ്. സെൽഫി വെരിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടി, അല്ലെങ്കിൽ തിരിച്ച് കിട്ടും എന്നുള്ളതാണ് അർത്ഥം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഞാൻ പറഞ്ഞു തന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ അക്കൗണ്ട് പെർമനൻ്റ്ലി ഡിസേബിൾഡ് ആയി ഡീആക്ടിവേറ്റഡ് ആക്കിയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും വള്ളി പിടിച്ചിട്ടായിരിക്കും. അത് നല്ലതിന് വേണ്ടി പോയെന്ന് കരുതിയാൽ മതി. പിന്നെ അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് നിങ്ങളെ സമയം കളയണ്ട. പക്ഷേ ടെമ്പററി ഡിസേബിൾഡ് അല്ലെങ്കിൽ ഡിസേബിൾഡ് അക്കൗണ്ട്, മൈനർ വയലേഷൻസ്, മാസമായിട്ട് ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള അക്കൗണ്ടുകളെല്ലാം ഞാൻ തിരിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡിലാണ് ഞാനിത് തിരിച്ചെടുത്ത് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, 100% വർക്ക് ആവുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻസ്റ്റഗ്രാം ഡിസേബിളായി വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ.